നമസ്കാരം. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഈഴവ വിരുദ്ധതയ്ക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. കോൺഗ്രസ് സംഘടന പല കാര്യങ്ങളിലും ഈഴവ സമുദായത്തോട് കാണിക്കുന്ന വിവേചനം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ചവിട്ടിപ്പുറത്താക്കി ക്രിസ്ത്യൻ വോട്ട് പിടിക്കാനുള്ള വ്യഗ്രതയിൽ മതനേതാക്കന്മാരുടെ വാലിൽ തൂങ്ങി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് മുതൽ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. സണ്ണി ജോസഫ് അധികാരത്തിൽ വന്നതിനു ശേഷം അങ്ങനെ ഒരു നേതാവ് ആ സ്ഥാനത്തുണ്ടോ എന്ന് പോലും മഷിയിട്ട് നോക്കേണ്ട ഗതികേടിലാണ്. ഭരണപാടവം കൊണ്ടും രാഷ്ട്രീയ പരിജ്ഞാനം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ആ സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യനായ മനുഷ്യനെ ഇല്ലാത്ത അനാരോഗ്യത്തിന്റെ കള്ളക്കഥ കെട്ടിച്ചമച്ചുകൊണ്ട് പുറത്താക്കാൻ വലിപ്പ ചെറുപ്പമില്ലാതെ മുഴുവൻ നേതാക്കന്മാരും പ്രത്യക്ഷമായും പരോക്ഷമായും ഒറ്റക്കെട്ടായി നിന്നു എന്നതാണ് വാസ്തവം. അന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഈഴവനെ പുറത്താക്കി ക്രിസ്ത്യാനി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ മുറുമുറുപ്പ് ഉയർന്നു കേട്ടതാണ്. ശരിക്കും കെ സുധാകരനെ തഴഞ്ഞ് മൂലക്കിരുത്തി എന്ന് പറഞ്ഞാൽ മതി. അതിനേക്കാൾ വലിയ ഇരിപ്പിടം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസുകളുടെയും ഫ്ലക്സുകളുടെയും ഏറ്റവും മുകളിൽ വലിപ്പം കൂട്ടി അദ്ദേഹത്തിന്റെ ചിത്രം പതിച്ചതല്ലാതെ എവിടെയും സ്ഥാനം കൊടുത്തില്ല എന്ന് വേണം പറയാൻ. എല്ലാവരോടും കാണിക്കുന്നത് പോലെ കോൺഗ്രസുകാർ ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ പ്രായമായപ്പോൾ നടതള്ളി സ്വന്തം പാരമ്പര്യം കാത്തു. ഇവിടെ അതിന് ജാതിയുടെ കാരണം കൂടി ഉണ്ടായിരുന്നു പറയാൻ എന്ന് മാത്രം. ഇതിനു പുറമെ മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുന്നുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിനാണെന്നും ഈഴവ സമുദായത്തിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞപ്പോൾ കൊടുവാള് കൊണ്ട് ചിലർ ഇറങ്ങുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നമുക്കൊരു സ്കൂൾ പോലും തന്നിട്ടില്ല എന്നും താൻ മുസ്ലിം വിരുദ്ധനല്ല എന്നും SNDP യോഗത്തിന്റെ മുഴുവൻ കേസ് നടത്തുന്നത് കൊല്ലത്തെ നിസാർ എന്നയാളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നതും മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കി ഭരണം പിടിച്ചെടുക്കാൻ നോക്കുന്നതും BJP ആണെന്നും ശക്തമായി വാദിക്കുന്ന പാർട്ടിക്കാരാണ് ഇത്തരത്തിൽ ഉന്നതകുല ജാതരെ മാത്രം പല സ്ഥാനങ്ങളിലും പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് എന്നോർക്കണം. സാമ്പത്തികമായും ജാതിപരമായും ഉന്നതിയിൽ കാണുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാരെ ചവിട്ടിത്താഴ്ത്തുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നടക്കുന്നത്. ഇതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും അധിക്ഷേപ പരാമർശവും വെള്ളാപ്പള്ളി നടേശൻ നടത്തി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാണ് VD സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നും ഈഴവ വിരോധിയാണ് VD സതീശൻ എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഈഴവനായ കെ സുധാകരനെ ഒതുക്കി മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനമുറപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സുധാകരനെ ഉൾപ്പെടെ തന്റെ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാരെ ഒക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞും പതിയിരുന്ന് വെട്ടിവീഴ്ത്തിയും വഴിവെട്ടി തെളിക്കാൻ VD സതീശൻ നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ജാതിയും മതവും നോക്കാതെ കഴിവുള്ളവരെ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നത് മറ്റൊരു വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച